ഹായ് ഓൾ, ഇന്ന് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 5 ഇയർ ബേബി ഫ്രോക്കാണ്. നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ നെറ്റാണ്. അതൊരു 8 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങിന് ഇടാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്രീപ്പ് മെറ്റീരിയലാണ്. അതൊരു 4 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മീറ്റർ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. ഇതൊരു 10 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഷോൾഡർ നമുക്കൊരു 5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ ആം ഹോളും നമ്മളൊരു 5 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ചെസ്റ്റ് നമുക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1.5 ഇഞ്ച് മതിയെങ്കിൽ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ വേസ്റ്റും സെയിം ആണ് എടുക്കുന്നത്, 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനോട് 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് വേസ്റ്റും ചെസ്റ്റും ഒക്കെ ഒരേ അളവിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ശേഷം നമുക്കൊരു 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് അതിൻ്റെ ലെങ്തും അടയാളപ്പെടുത്താം. ഇതൊരു ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ ആ അടയാളപ്പെടുത്തിയ, അതായത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് താഴോട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് നമ്മുടെ ആം ഹോളിൻ്റെ കർവിലൂടെ ഒന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ടൊരു ചെറിയ ഷേപ്പ് കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് 2 പീസ് രണ്ടായിട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് ഈ ഒരു അളവിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്ക് നമ്മൾ ലെങ്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. മുകളിൽ നിന്നൊരു 2 ഇഞ്ചൊന്ന് താഴോട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 2 പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോട്ടൺ ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് തന്നെ നമുക്ക് നേരെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വിരിച്ചിടുക. ക്രീപ്പിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് കോട്ടൺ ലൈനിങ് അല്ല, മറ്റ് ലൈനിങ് ക്രീപ്പ് ലൈനിങ് കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചിട്ടിട്ട് നമ്മൾ അതിലോട്ട് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് നെറ്റ് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 3 മീറ്ററോളം ലെങ്ത് ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് വെക്കുന്നതിനായിട്ട്. നമ്മൾ ആദ്യം ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ള ലെങ്തിൽ കട്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ലെങ്ത് കുറഞ്ഞ ഭാഗം വരില്ലേ, അപ്പോൾ അതിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ നോക്കി നമുക്ക് മുറിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള നെറ്റ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനും സ്ലീവ് കട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഫ്രില്ലിടുന്നതിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാനൊക്കെ എടുക്കാം. മൊത്തത്തിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്ക് പീസ് അതുപോലെ നെറ്റ് ഒന്ന് മടക്കിയിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് നിവർത്തിയിട്ടിട്ടായാലും നമുക്ക് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ബോട്ടം പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലുള്ള നെറ്റിന് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിടാം. ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മടക്കിയിടുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 24 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സീം അലവൻസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു 26 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര എടുത്താലേ നമുക്ക് മുകളിലത്തെയും താഴത്തേക്ക് സീം അലവൻസൊക്കെ പോയിട്ട് കുറച്ച് ഇറക്കത്തിന് ഫ്രോക്ക് കിട്ടുള്ളൂ. ഞാനിത് 2 ലെയറായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു 4 മീറ്റർ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. 4 മീറ്റർ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുക. 4 മീറ്ററിലാണ് നമ്മൾ
ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ലെയറായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള നെറ്റിന് നമ്മൾ അകത്ത് കൊടുക്കുന്നത് രണ്ടാമത്തെ ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് 4 മീറ്റർ ഇതിൽ നിന്ന് മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ബാക്കിയുള്ള പീസിൽ നമ്മുടെ അത് ബാക്കിൽ ബോയൊക്കെ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെറ്റ് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ളും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ 3 ഇഞ്ച് വിട്ടിൽ ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ലൈനിങ്. അത് ക്രീപ്പ് ലൈനിങ്, നമ്മൾ ബോഡി പാർട്ടിനൊക്കെ പോയിട്ട് ബാക്കി വരുന്ന ലൈനിങ് ഇതുപോലെ ഒന്ന് നേരെ വിരിച്ചിട്ടിട്ട് നമ്മളൊരു 20 to 23 ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 22 എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 24 ലെങ്തിലാണ് നെറ്റ് വേണ്ടതെങ്കിൽ അതുപോലെ തന്നെ ഒരു 23 ഇഞ്ചിലെങ്കിലും നമുക്ക് ഇത് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 23 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് കോട്ടൺ ലൈനിങ് ഇതുപോലെ ആദ്യം രണ്ടായിട്ട് മറിച്ചിടുക. എന്നിട്ട് അതിനെ ഇങ്ങനെ കോണോട് കോണായിട്ട് എടുത്ത് ഒന്ന് തിരിച്ചിടുക. നമ്മൾ അംബ്രല്ല കട്ടിലാണ് കോട്ടൺ ലൈനിങ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിനെ ഇതുപോലെ എടുത്തൊന്ന് വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റിൽ എത്രയാണോ വരുന്നത് അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് റൗണ്ട് ചെയ്തൊന്ന് വരച്ചെടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് അതിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ അതും ഒരു 23 ആണ് എടുക്കുന്നത്. ഒരു 23 വെച്ച് ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ കട്ടിങ് എത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഇതിൽ ഫസ്റ്റ് പാർട്ട് നമുക്കിങ്ങനെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടപ്പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫുള്ള് കവർ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ് ഈ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കോട്ടൻ്റെ ചീത്ത വശവും നമ്മുടെ നെറ്റിൻ്റെ നല്ല വശവും ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫുള്ള് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ കോട്ടൺ ലൈനിങ് മാത്രമായിട്ടൊന്ന് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിത് കോട്ടൺ ലൈനിങ് മാത്രം ഒന്ന് മറിച്ചെടുക്കുക. കട്ടിട്ട് കൊടുക്കുന്നത് നല്ല വൃത്തിയായിട്ട് ഒന്ന് എല്ലാ മുക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തിരിച്ച് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്ക് പീസ് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് മാറ്റിയിട്ടാണ് അടിച്ച് മറിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ക്രീപ്പ് ലൈനിങ്ങാണ്. അത് നേരെ ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഗ്ലിറ്റർ നെറ്റും നേരെ വെക്കുക. നല്ല വശം നമുക്ക് കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ നല്ല വശം അതിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കോട്ടൺ ലൈനിങ് മാത്രം എന്ത് ചെയ്യുക, മറിച്ചിടുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യാത്തത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് വെച്ച് രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള വള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഒരു നെറ്റിൻ്റെ തന്നെ ഒരു വള്ളി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് വെച്ചൊന്ന് അടിച്ചെടുക്കുകയാണ്. രണ്ട് സൈഡിലും അങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ടുള്ള നെറ്റെല്ലാം നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കാം. രണ്ട് ലെയറും പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രില്ല് വെക്കാനുള്ള നെറ്റും
ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ 4 മീറ്റർ പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ ബോർഡറിലായിട്ട് ഇതുപോലെ അറ്റത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ള് നമുക്ക് അതിനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളതിൽ മൊത്തത്തിൽ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യാം, നല്ല വശവും ചേർത്ത് വെച്ച് അടിച്ചെടുക്കാം. ഫുള്ളായിട്ടൊന്ന് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുള്ള ബാക്കിയുള്ള നെറ്റും ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ച് 2 സൈഡും കൂടെ അടിച്ചെടുക്കുക. അതുപോലെ നമ്മൾ ക്രീപ്പ് ലൈനിങ്ങും പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ച് അത് നമുക്ക് അടിച്ചെടുക്കാം. അടുത്ത നമ്മുടെ കോട്ടൺ ലൈനിങ് എടുക്കുക. അതിൽ മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് 1 ഇഞ്ച് താഴോട്ട് വെച്ച് സ്റ്റിഫ് നെറ്റ് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിഫ് നെറ്റ് ഏകദേശം ഒരു 2-2.5 മീറ്ററോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു 3 മീറ്റർ അടുപ്പിച്ച് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രില്ലിട്ട് അറ്റാച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രില്ലിട്ട ഈ പീസിൻ്റെ നല്ല വശവും ചേർന്നിരിക്കണം. അതുകൊണ്ട് ഇതുപോലെ കണ്ടോ, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശവും ചേർന്നിരിക്കണം. അങ്ങനെ വെച്ച് നമ്മൾ ഫുള്ളൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട് വെച്ചിൽ കുറച്ച് എക്സ്ട്രാ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിനകത്തോട്ട് പ്ലീറ്റാക്കി ഒന്ന് ചുരുട്ടി അതിലോട്ട് തന്നെ അങ്ങ് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതും ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ നല്ല വശത്തോട്ട് അതിൻ്റെ നല്ല വശം അകത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിനെ നമുക്ക് അകത്തോട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് തന്നെ ഇതിൻ്റെ പുറത്തൂടെ വെച്ച് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ലെയറിൻ്റെ നല്ല വശവും ഇതിലോട് ചേർന്ന് വേണം നിൽക്കാൻ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ്ങും സ്റ്റിഫ് നെറ്റൂടെ ചേർത്ത് അടിച്ച ഭാഗമാണ് നമ്മളിത് അടുത്തതായിട്ട് അടിക്കാൻ പോകുന്നത്. അത് ഞാൻ ഇതുപോലെയാണ് ഇറക്കുന്നത്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും ഇങ്ങനെയല്ല ഇത് അടിക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ക്രീപ്പ് ലൈനിങ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കണം. നല്ല വശം അകത്തോട്ട് വരുന്ന രീതിയിൽ, അതായത് അതിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സ്റ്റിഫ് നെറ്റും ഇതും എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ സ്റ്റിഫ് നെറ്റിൻ്റെ ആ ഒരു ഭാഗവും ക്രീപ്പ് ലൈനിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഒറ്റ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് വെച്ചാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചെടുക്കുമ്പോൾ എന്താ ഈ സ്റ്റിഫ് നെറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ പുറത്ത് തട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കോട്ടൺ ലൈനിങ് ആണ് അകത്ത് വരേണ്ടത്. അപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ അത് കാണിച്ചു തരാം. ഇതുപോലെ വേണം വരാൻ. അതായത് നമ്മുടെ അകത്തോട്ട് ഇത് ഇറക്കിയിട്ട് ബോഡി പാർട്ടിനോട് ചേർന്ന് നിൽക്കേണ്ടത് കോട്ടൺ ലൈനിങ് ആണ്. സ്റ്റിഫ് നെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ട് അതൊന്ന് അടിച്ചിട്ട് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ക്രോസ് ആയിട്ട് ഇട്ടിട്ട് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് മുറിച്ചെടുക്കുക. ലെങ്ത് ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് അത്യാവശ്യം ഒരു ലെങ്തിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് വേണ്ടാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡ് മടക്കിയിട്ട് അതിനെ സെൻറ്ററിൽ വെച്ച് തിരിച്ച് മടക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ
ബാക്കിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സിബ് വരുന്ന ആ ഭാഗത്ത് ഇതുപോലെ അറ്റം ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൽ വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുവരെ അടിച്ചിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് അടിക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അടുത്തത് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ വന്ന് അത് ഫുള്ളും അടിച്ചിട്ട് വീണ്ടും അവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അടുത്ത ബാക്ക് നെക്ക് വന്നിട്ട് നമ്മൾ സിബ് വരെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അടിച്ച് നിർത്തുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നാണ് അടുത്ത ഫ്രണ്ട് പീസ് തുടങ്ങേണ്ടത്. എന്നിട്ട് വീണ്ടും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ബാക്കിൽ ബാക്കിയുള്ള പീസിലും കൂടെ കൊണ്ടുപോയി നിർത്തി നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടൊരു ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാക്കിലൊരു ബോയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാക്കറ്റും ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതും ഗ്ലിറ്റർ നെറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ ഞാൻ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.